മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽസമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോകുന്നതിൽ തടയുകയാണ് അലീന. എന്നാൽ മക്കളാരും തന്നെ അലീനയുടെ കൂടെ നിന്നില്ല. അലീനയെ ഭീഷണിപ്പെടുത്തുകയാണ് റീത്താമ്മയും റീത്താമ്മയുടെ ആങ്ങളമാരും. അവരുടെ മുൻപിൽ പൊരുതി ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അലീന സ്റ്റാൻലിയെ വിളിച്ച് അറിയിക്കുകയാണ്. എൽസമ്മ ആന്റിയെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപേ വന്ന് തടയണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റാൻലിയെ കണ്ടതോടെ റീത്താമ്മയും ആങ്ങളമാരും ജാഗരൂകരായി. ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്, അവൾ ഫോൺ ചെയ്ത് വരുത്തിയതാ, റീത്താമ്മ ഏലിയാസിനോട് അടക്കം പറഞ്ഞു. ഒരു കുശുകുശുപ്പ് ഇലപ്പടർപ്പുകൾക്കിടയിലൂടെ കാറ്റെന്ന പോലെ ബന്ധുജനങ്ങൾക്കിടയിൽ കൂടി കടന്നുപോയി. അവർ വളരെ വേഗം എൽസമ്മയെ എടുത്ത് ആംബുലൻസിലെ സ്ട്രെച്ചറിൽ കിടത്തി. ഡോറുകൾ അടച്ചു. സ്റ്റാൻലി ആംബുലൻസിന്റെ മുൻപിലേക്ക് വന്നു. അയാൾ എന്ത് തടസ്സമുണ്ടാക്കിയാലും അതിനെ നേരിടാൻ ഉറച്ച് റീത്താമ്മയും ബന്ധുക്കളും തയ്യാറെടുത്തു നിന്നു. തനിക്കെതിരെ അണിനിരുന്ന ശത്രുസേനാംഗങ്ങളെ സ്റ്റാൻലി നോക്കി. അച്ഛൻ കുഞ്ഞ്, ഏലിയാസ്, സാമുവൽ, മൈക്കിൾ, സേവിച്ചൻ, പിന്നെ സ്റ്റാൻലിക്ക് പേരറിയാത്ത കേവലം മുഖപരിചയം മാത്രമുള്ള ചിലർ, പിന്നെ കുറെ അപരിചിതരും. വേണ്ടി വന്നാൽ ഒരേറ്റുമുട്ടലിന് തയ്യാറായി തന്നെയാണ് അവരുടെ നിൽപ്പ്. സ്റ്റാൻലി ആംബുലൻസിന്റെ ഡ്രൈവറോട് സംസാരിച്ചു. ഞാനൊരു റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണലാണ്. പേര് സ്റ്റാൻലി ജോസഫ്. എൻ്റെ ഭാര്യയാണ് നീ ചില സാമൂഹ്യ വിരുദ്ധരുടെ സഹായത്തോടെ തട്ടിക്കൊണ്ടു പോകുന്നത്. ഡ്രൈവർ വിരണ്ടുപോയി. വണ്ടി വാടകയ്ക്ക് വിളിച്ചിട്ടാ ഞാൻ വന്നത്. അഡ്വാൻസും തന്നു. ഒരു രോഗിയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എനിക്ക് വേറെ ഒന്നും അറിയില്ല, ഡ്രൈവർ പറഞ്ഞു. അയാൾ അങ്ങനൊക്കെ പറയും. താൻ കൊണ്ടുപോയിക്കോ, ഞങ്ങൾ ഏറ്റു എല്ലാ ഉത്തരവാദിത്തവും. താൻ വണ്ടി എടുക്കടോ, അച്ഛൻ കുഞ്ഞ് കടുത്ത സ്വരത്തിൽ ഡ്രൈവറോട് പറഞ്ഞു. സ്റ്റാൻലി വാനിന്റെ മുൻപിൽ നിന്ന് മാറി. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം കൊണ്ടുപോയിക്കോ. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, അവരിപ്പോൾ എത്തും. അത് കേട്ട് ഡ്രൈവർ പരിഭ്രാന്തനായി. അയാൾ വാനിൽ നിന്നും താഴെ ഇറങ്ങി. താൻ എന്താടോ ഇറങ്ങിയത്? വണ്ടി എടുക്കടോ, ഏലിയാസ് ആക്രോശിച്ചു. ആദ്യം നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനത്തിലെത്ത്, അത് കഴിഞ്ഞിട്ട് വണ്ടി വിടുന്നുള്ളൂ. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ തന്നെ പോലീസ് ജീപ്പ് വന്നു ചേർന്നു. ജീപ്പ് ഗേറ്റിന് വെളിയിൽ നിർത്തി. SIയും 2 കോൺസ്റ്റബിൾമാരും ഇറങ്ങി വന്നു. എന്താ ഇവിടെ ആൾക്കൂട്ടം? SI എല്ലാവരെയും നോക്കി. സ്റ്റാൻലി ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു നിന്നു. നിങ്ങൾ ആരൊക്കെയാണ്? എന്താണ് പ്രശ്നം? ഞങ്ങളുടെ സഹോദരി സുഖമില്ലാതെ കിടപ്പാണ് സാർ. അവളെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് വിളിച്ചു വരുത്തിയപ്പോൾ അയാൾ സമ്മതിക്കുന്നില്ല. ഏലിയാസ് സ്റ്റാൻലിയുടെ നേർക്ക് കൈ ചൂണ്ടി. ആംബുലൻസിന് ഡ്രൈവറെ അയാൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അതെന്താണ് അങ്ങനെ? നിങ്ങളുടെ സഹോദരിയുടെ ആരാണ് അദ്ദേഹം? ഏലിയാസും റീത്താമ്മയും പരസ്പരം നോക്കി. നിങ്ങൾ ഇതിനു മുൻപ് ഒരു കള്ളക്കേസുമായി എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതാണ്. നിങ്ങളുടെ കാർ മിസ്റ്റർ സ്റ്റാൻലി ഇടിച്ച് തകർത്തുവെന്നും പറഞ്ഞ്. പക്ഷേ ആ കാർ നിങ്ങളുടേതായിരുന്നില്ല. എനിക്ക് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് സത്യസന്ധമായി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിന്നെയൊക്കെ ആ ഗേറ്റിന് മുൻപിൽ കുനിച്ചു നിർത്തി ഞാൻ ഇടിക്കും. എൻ്റെ അനുജത്തിയുടെ ഹസ്ബൻഡാണ് സാർ, റീത്താമ്മ ദുർബല സ്വരത്തിൽ പറഞ്ഞു. ഓഹോ, ഭർത്താവാണ് പറയുന്നത്. അയാളുടെ അനുവാദമില്ലാതെ ഭാര്യയെ കൊണ്ടുപോകാൻ പാടില്ലെന്ന്. ഭയങ്കരമായ അപരാധം. ആട്ടെ, ഈ വീട് ആരുടേതാണ്? ആരും മിണ്ടുന്നില്ല. നിന്റെയൊക്കെ അണ്ണാക്കിലെന്താ പഴമാണോടാ റാസ്കൽ? SI ഷൂ ഇട്ട കാൽ നിലത്ത് ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ഏലിയാസിന് നേർക്ക് ആക്രോശിച്ചു. എൻ്റെ അനുജത്തിയുടെ പേരാണ് സാർ, റീത്താമ്മ തെല്ല് പരിഭ്രമത്തോടെ പറഞ്ഞു. ഞങ്ങളാണ് അവളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അനുജത്തിയുടെയും മക്കളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണോ? അതെ. എത്ര കാലമായി? 12 വർഷമായി സാർ. നിങ്ങളാണോ അനുജത്തിക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുന്നേ? റീത്താമ്മ മറുപടി പറയാൻ ഒന്നറച്ചു. ഞങ്ങളുടെയും കൂടി സഹായം കൊണ്ടാണ് സാർ. ചോദിച്ചതിന് മാത്രം ഉത്തരം പറ. സ്റ്റാൻലി പണം ചെലവാക്കുന്നുണ്ടായിരിക്കും, പക്ഷേ... മതി. നിങ്ങളുടെ വീടേതാണ്? റീത്താമ്മ തൻ്റെ വീടിൻ്റെ നേർക്ക് കൈ ചൂണ്ടി. അതിൻ്റെ വരാന്തയിൽ കയറി മര്യാദയ്ക്ക് കൈയും കെട്ടി ഇരിക്കുക, മനസ്സിലായോ? ഭാര്യയുടെ കാര്യത്തിൽ അവസാന തീരുമാനമെടുക്കാനുള്ള അധികാരം ഭർത്താവിനാണ്, നിങ്ങൾക്കല്ല. നിങ്ങൾ ഏത് കോടതിയിൽ പോയാലും അതിന് മാറ്റം വരില്ല. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെതിരെ പരാതി പറയണം. നിങ്ങളുടെ അനുജത്തിക്ക് പരാതിയുണ്ടോ? അവൾക്ക് സംസാരിക്കാൻ വയ്യ സാർ, തളർന്നു കിടക്കുകയാ, റീത്താമ്മ പറഞ്ഞു. സംസാരിക്കാൻ പോലും വയ്യാതെ തളർന്നു കിടക്കുന്നവളെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഹോസ്പിറ്റലിലേക്കാണോ? ഒരു വൃദ്ധസദനത്തിലേക്കാണ്.
അവിടെ അവളെ വേണ്ടതുപോലെ നോക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വയ്യാതെ കിടക്കുന്ന അനുജത്തിയെ നിങ്ങൾ ബന്ധുക്കളും സ്വന്തക്കാരും ചേർന്നല്ലേ നോക്കേണ്ടത്? വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളി ഭാരം ഒഴിവാക്കുന്നതാണോ മര്യാദ? ഞങ്ങൾക്ക് കുടുംബവും മക്കളും ഒക്കെയുണ്ട് സർ. അവരുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ സമയം തികയുന്നില്ല. ഇവിടുത്തെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുക. ആരും നോക്കാനില്ലാത്തത് കൊണ്ടാ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. നിങ്ങളുടെ അനുജത്തിയുടെ ഭർത്താവ് ഒരു പെൺകുട്ടിയെ ഇവിടെ എത്തിച്ചു തന്നില്ലേ അവരെ ശുശ്രൂഷിക്കാൻ? ഇന്നലെ ഒരുത്തി വന്നു. അതുവരെ ഒരാളും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവളാണെങ്കിൽ അഹങ്കാരത്തിന്റെ കൊടിയും പിടിച്ചോണ്ട് നടക്കുന്നവൾ. എൻ്റെ അനുജത്തെ നോക്കാനല്ല, ഞങ്ങളെയെല്ലാം ഭരിക്കാൻ വേണ്ടിയാ അവളുടെ വരവ്. എന്ത് വിശ്വസിച്ചാ അവളെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നേ? അവൾ എത്ര നാൾ നോക്കും? സ്റ്റാൻലിക്ക് കല്യാണത്തിന് മുൻപ് വേറെ ഏതോ വൃത്തികെട്ട സ്ത്രീയിലുണ്ടായ പെണ്ണാ അവള്. ഞങ്ങൾ നല്ല ഒന്നാന്തരം കുടുംബക്കാരാ, നാണവും മാനവും ഉള്ളവരാ. ഞങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരു പിഴച്ച പെണ്ണിനെ കുടുംബത്തിൽ കെട്ടി താമസിപ്പിക്കാൻ അല്പം കുറച്ചിലുണ്ട് സാറേ. ഇവിടുത്തെ കുട്ടികൾക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കണ്ടേ? റീത്താമ്മ വീറോടെ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലേക്ക് ആ പെൺകുട്ടി വരുന്നുണ്ടോ? നിങ്ങളെ നാണം കെടുത്താൻ നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഭരിക്കുന്നുണ്ടോ? ഇല്ല, റീത്താമ്മ പറഞ്ഞു. നിങ്ങൾക്ക് അനുജത്തിയെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അവരുടെ രോഗശുശ്രൂഷ ഒരു വീഴ്ചയും വരുത്താതെ നടത്തിക്കൊള്ളാമെന്നും അവർക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കൊള്ളാമെന്നും അതിന്റെ പേരിലുണ്ടാകാവുന്ന വ്യവഹാരങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നുകൊള്ളാമെന്നും എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ടിട്ട് കൊണ്ടുപോയിക്കോ. എനിക്കതിന്റെ ആവശ്യമില്ല, റീത്താമ്മ പറഞ്ഞു. SI അപ്പോൾ ആങ്ങളമാരെ നോക്കി. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ആ സ്ത്രീയെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കാൻ? ആരും മിണ്ടുന്നില്ല. ഒരുത്തനുമില്ല അല്ലേ? എന്തായാലും അദ്ദേഹം ഭാര്യയെ ശുശ്രൂഷിക്കാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ, അതും സ്വന്തം മകളെ തന്നെ. അത് മറികടന്ന് ആ സ്ത്രീയെ വൃദ്ധസദനത്തിൽ എത്തിക്കണമെന്ന് ആർക്കും എത്ര നിർബന്ധം? അവൾ ശുശ്രൂഷിക്കാൻ വന്നത് ഇന്നലെയാ സാറേ. ഇത് ഞങ്ങൾ അതിനു മുൻപേ ഏർപ്പാട് ചെയ്തതാ. വൃദ്ധസദനത്തിൽ അഡ്വാൻസും കൊടുത്തു, റീത്താമ്മ പറഞ്ഞു. അഡ്വാൻസ് തിരിച്ചു വാങ്ങണം, അല്ലെങ്കിൽ പോട്ടെന്ന് വയ്ക്കണം. നിങ്ങളുടെ സഹോദരിയെ അവിടെ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ എന്തോ വലിയ നഷ്ടം സംഭവിക്കുമെന്ന് തോന്നുമല്ലോ നിങ്ങളുടെ സംസാരം കേട്ടാൽ. അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല സാറേ. പിന്നെന്താ? വൃദ്ധസദനം നടത്തുന്നവര് നിങ്ങളെ അറസ്റ്റ് ചെയ്യുമോ? അതോ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുമോ? അതിനും ഉത്തരമില്ല. എവിടെ നിങ്ങളുടെ അനുജത്തി? ആംബുലൻസ് കയറ്റി സാറേ. ഓഹോ, ഇനി വണ്ടി വിട്ടാ മതി അല്ലേ? തുറക്കടോ. SI ഡ്രൈവറോട് ആജ്ഞാപിച്ചു. ഡ്രൈവർ ആംബുലൻസിന്റെ പിൻഭാഗം തുറന്നു. അവരെ ഇങ്ങോട്ടിറക്ക്. ആരുമില്ലേ? അകത്തേക്ക് കയറ്റിയവരൊക്കെ എവിടെ പോയി? ഏലിയാസും മൈക്കിളും കൂടി ആംബുലൻസിൽ കയറി സ്ട്രെച്ചർ പിടിച്ച് താഴെ ഇറക്കി. SI അടുത്തു വന്ന് എൽസമ്മയെ നോക്കി. ഇവരുടെ മക്കളൊക്കെ എവിടെ? SI സിറ്റൗട്ട് നിൽക്കുന്നവരെ നോക്കി. ആരുമില്ലേ? സാമുവൽ ടാനിയെയും ടോജോയെയും ടെൽസയെയും ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു. അവർ 3 പേരുമാണ് സാർ. ഇത്രയും മുതിർന്ന മക്കളുണ്ടായിട്ടാണോ അവരുടെ അമ്മയെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത്? നിങ്ങളല്ലേ നിങ്ങളുടെ അമ്മയെ പരിചരിക്കേണ്ടത്? നിങ്ങളുടെ സമ്മതത്തോടെയാണോ അമ്മയെ സദനത്തിലേക്ക് അയക്കുന്നത്? 3 പേരും മിണ്ടാതെ നിൽക്കുകയാണ്. നിങ്ങളെ 3 പേരെയും വളർത്തി ഇത്രയെങ്കിലും എത്തിച്ച സ്ത്രീയല്ലേ ഈ കിടക്കുന്നത്? അതിനും മറുപടിയില്ല. ഈ സ്ത്രീയെ നോക്കാൻ വന്ന പെൺകുട്ടി എവിടെ? സിറ്റൗട്ടിലുണ്ടായിരുന്ന അലീന മുൻപോട്ട് നീങ്ങി നിന്നു. SI അവളെ അടിമുടി നോക്കി. എന്താ പേര്? അലീന. ഈ സ്ത്രീയുടെ മകളല്ലല്ലോ, ആണോ? അല്ല. ഈ സ്ത്രീയുമായിട്ട് പ്രത്യേകിച്ചൊരു അടുപ്പമോ ബന്ധമോ ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ല. പിന്നെന്തുകൊണ്ടാ ഇവരെ ശുശ്രൂഷിക്കാമെന്ന് തീരുമാനിച്ചത്? ആരെങ്കിലും നിർബന്ധിച്ചയച്ചതാണോ? അല്ല സർ. ഞാൻ മിനിഞ്ഞാന്ന് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇവരുടെ അവസ്ഥ വലിയ കഷ്ടത്തിലായിരുന്നു. ആരും നോക്കാനില്ല. ദേഹം തുടയ്ക്കാനോ കുളിപ്പിക്കാനോ കിടക്ക വൃത്തിയാക്കാനോ ആരുമില്ല. അങ്ങേയറ്റം വൃത്തികെട്ട ഒരവസ്ഥയിലായിരുന്നു. ഞാൻ ചെന്ന് എൻ്റെ പപ്പയോട് പറഞ്ഞു, ഈ കുട്ടികൾക്ക് ആരുമില്ലാതായി പോകുമെന്ന്. പപ്പയുടെ അനുവാദം വാങ്ങിയിട്ടാ ഞാൻ വീണ്ടും ഇവിടെ വന്നത്. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയും ഫിസിയോതെറാപ്പിസ്റ്റിനെയും കണ്ട് സംസാരിച്ചു. ഇതുവരെ ഇവരെ നല്ലപോലെ ശുശ്രൂഷിക്കാത്തതിന് അവർ കുറെ വഴക്ക് പറഞ്ഞു. 24 മണിക്കൂറും കെയർ ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞു. ഞാൻ അതെല്ലാം ഈ ചേച്ചിയോടും ആങ്ങളമാരോടും പറഞ്ഞു നോക്കി. പക്ഷേ അവർക്ക് വാശി. അലീന പറഞ്ഞു നിർത്തി. SI റീത്താമ്മയുടെയും ബന്ധുജനങ്ങളുടെയും നേർക്ക് തിരിഞ്ഞു. ഇങ്ങനെ ഒരാൾ ഈ സ്ത്രീയെ ശുശ്രൂഷിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവരെ വൃദ്ധസദനത്തിലോട്ട് അയക്കുന്നത്? അവളുടെ സേവനം ഇവിടെ ആവശ്യമില്ല സാറേ, അതുകൊണ്ടാ, അച്ഛൻ കുഞ്ഞ് പറഞ്ഞു.
അത് നീയാണോടാ തീരുമാനിക്കുന്നേ, നായിൻ്റെ മോനെ? SI ആക്രോശിച്ചുകൊണ്ട് അച്ഛൻ കുഞ്ഞിൻ്റെ നേർക്ക് ചെന്നു. റീത്താമ്മ നടുങ്ങിപ്പോയി. സാറങ്ങനെ വിരട്ടൊന്നും വേണ്ട, ഞാൻ കുറെ പോലീസുകാരെയും SIമാരെയും കണ്ടിട്ടുള്ളവനാ. അച്ഛൻ കുഞ്ഞ് ചെറുത്തു നിന്നു. SI ഒറ്റ കുതിപ്പിന് അച്ഛൻ കുഞ്ഞിൻ്റെ കോളറിൽ പിടുത്തമിട്ട് കടുവ ഇരയെ പിടിച്ച് കുടയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലച്ചു. ഇനി ഈ വീട്ടിലോ പരിസരത്തോ നിന്നെ കാണരുത്. കണ്ടാൽ പിന്നെ ഞാൻ എടുക്കുന്ന കേസിന് തലയുരണമെങ്കിൽ നീയൊക്കെ 5-6 കൊല്ലം നടക്കേണ്ടി വരും. മനസ്സിലായോടാ? SI അച്ഛൻ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ആളുകൾ ഓരോരുത്തരായി രംഗത്ത് നിന്ന് പിൻവാങ്ങി തുടങ്ങി. ഈ സ്ത്രീയുടെ കാര്യത്തിൽ എന്തു വേണമെന്ന് ഇവരുടെ ഭർത്താവും മക്കളും കൂടി തീരുമാനിച്ചോളും. നിങ്ങളുടെ സേവനം ആവശ്യമുള്ളപ്പോൾ അവർ വിളിക്കും, അപ്പോൾ വന്നാൽ മതി. ഞങ്ങളുടെ പട്ടി വരും. അച്ഛൻ കുഞ്ഞ് പിറുപിറുത്തു. ഇവിടെ വാടോ, SI ആജ്ഞാപിച്ചു. ഈ സ്ത്രീയെ ആരൊക്കെയാണോ എടുത്തോണ്ട് വന്നത് അവർ തന്നെ തിരിച്ച് മുറിയിലെത്തിച്ചിട്ട് പോയാൽ മതി. അച്ഛൻ കുഞ്ഞിനെ ഒഴിവാക്കി മൈക്കിളും മേലിയാസും സാമുവലും കൂടി എൽസമ്മയെ എടുത്ത് കട്ടിലിൽ കിടത്തി. അതിനുശേഷം കട്ടിലെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. ഇനി നിങ്ങളുടെ പേരിൽ ഒരു പരാതി ഉണ്ടാകരുത്, SI റീത്താമ്മയോട് താക്കീതിൻ്റെ രീതിയിൽ പറഞ്ഞു. ഇത് 2ാമത്തെ തവണയാണ്. ആദ്യത്തെ പ്രാവശ്യവും നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നിരുന്നു ഞാൻ, ഓർമ്മയുണ്ടോ? റീത്താമ്മ തലയാട്ടി. എന്നാ വിളിച്ചുകൂട്ടിയ കുടുംബയോഗം പിരിച്ചുവിട്ടിട്ട് പോ. റീത്താമ്മയും ആങ്ങളമാരും ബന്ധുവൃന്ദവും റീത്താമ്മയുടെ വീട്ടിലേക്ക് പോയി. SI അലീനയെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ആ സ്ത്രീക്ക് സുഖമാകുന്നത് വരെ ഇവിടെ നിൽക്കുമോ, അതോ 2 ദിവസം കഴിയുമ്പം ഇട്ടിട്ട് പോകുമോ? ഇവരുണ്ടാവും സാർ. SI ആംബുലൻസ് ഡ്രൈവറെ നോക്കി. താൻ എന്താ നിൽക്കുന്നത്? അത് പിന്നെ സാറ് പൊയ്ക്കോളാൻ പറഞ്ഞില്ല. ഞാനൊരു കുറ്റവും ചെയ്തില്ല സാറേ. അവർ വണ്ടി ബുക്ക് ചെയ്തു. അവർ പറഞ്ഞ പോലെ ഞാൻ രാവിലെ വണ്ടിയുമായി വന്നു. ബാക്കിയൊന്നും എനിക്കറിയത്തില്ല. ശരി ശരി, താൻ പോയിക്കോ. ആംബുലൻസ് ഡ്രൈവർ തല നമിച്ച് പിൻവാങ്ങി. SI സ്റ്റാൻഡിയുടെ സമീപത്തേക്ക് ചെന്നു. ഇനി പ്രോബ്ലമൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. സ്റ്റാൻലി അയാൾക്ക് നന്ദി പറഞ്ഞു. SIയും പോലീസുകാരും ജീപ്പിൽ കയറി തിരിച്ചുപോയി. സ്റ്റാൻലി കുറേ സമയം വീട്ടിൽ ചെലവഴിച്ചു. കുട്ടികളോട് അല്പം സംസാരിച്ചു. അവർ ഏതൊക്കെ ക്ലാസ്സുകളിൽ ഏതെല്ലാം വിഷയങ്ങൾ പഠിക്കുന്നുവെന്നോ അവരുടെ പരീക്ഷകളെക്കുറിച്ചോ അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. 1-2 ദിവസത്തിനുള്ളിൽ മറന്നുപോകുമെന്ന് അറിയാമെങ്കിൽ പോലും അയാൾ ഇപ്പോൾ അതേപ്പറ്റിയെല്ലാം അവരോട് ചോദിച്ചു. കുട്ടികൾ ഒട്ടൊരു സംശയത്തോടെയാണ് അയാളെ വീക്ഷിച്ചതും അയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതും. അവരുടെ അമ്മയും റീത്താമ്മയും അമ്മാവന്മാരും നിരന്തരം പ്രതിക്കൂട്ട് നിർത്തി വിചാരണ ചെയ്തും ചെളിവാരി എറിഞ്ഞും അപമാനിച്ചും കാർക്കിച്ചു തുപ്പിയും വികൃതമാക്കിയ വിഗ്രഹമായിരുന്നു കുട്ടികളുടെ കണ്ണിൽ അവരുടെ പപ്പ. അതിനാൽ സ്നേഹത്തിൻ്റെയോ ബഹുമാനത്തിൻ്റെയോ ചെറിയൊരു ഉറവ പോലും അവരുടെ മനസ്സിൽ കിണിഞ്ഞില്ല. ഭീമാകാരന്മാരായ വേട്ടനായ്ക്കളോടൊപ്പം കഴിയുന്ന നായാട്ടുകാരനോടുള്ള ഒരു ഉൾഭയം മാത്രമേ അവരിൽ ശേഷിച്ചിരുന്നുള്ളൂ. കലഹിച്ച് പിരിയുകയും അവരവരോട് തന്നെ വീണ്ടും നിരന്തരം യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് സംഭവിക്കാറുള്ള സ്വഭാവ വൈകല്യങ്ങൾ ആ കുട്ടികളെയും ബാധിച്ചിരുന്നു. ആത്മവിശ്വാസമില്ലായ്മയും അപകർഷതാബോധവും പ്രസരിപ്പില്ലായ്മയും സ്വാർത്ഥതയും. എല്ലായിടത്തും അവർ മറ്റു കുട്ടികളെക്കാൾ 2 അടി പിന്നിൽ നിന്നു. അവർ വലിയ ലക്ഷ്യങ്ങൾ സ്വപ്നം കാണുകയും അലസരും മടിയരുമായി ദിവസങ്ങൾ പാഴാക്കുകയും ചെയ്തു പോന്നു. അന്യോന്യം കുറ്റം പറയുന്നതിലും പഴിചാരുന്നതിലും മാത്രം അവർ അഗ്രഗണ്യരായി. പഠിക്കുന്നതുൾപ്പെടെ ഒരു ജോലിയും ചെയ്യാൻ അവർ താല്പര്യം കാണിച്ചില്ല. ചിട്ടയോടെ ഒരു കാര്യവും ചെയ്യാൻ അവർ പരിശീലിക്കപ്പെട്ടുമില്ല. സ്റ്റാൻലി അവരോട് സംസാരിച്ചപ്പോൾ തികഞ്ഞ നിസ്സംഗതയോടെ അവർ ഒറ്റ വാക്കിലോ ഒരു മൂളിലോ ഉത്തരം നൽകി. സ്റ്റാൻലി കുറെ കഴിഞ്ഞപ്പോൾ കുളത്തൂപ്പുഴയ്ക്ക് തിരിച്ചു പോകാനൊരുങ്ങി. അലീനയെ വിളിച്ച് പോവുകയാണെന്ന് പറഞ്ഞു. ബബിതയ്ക്ക് വൈകുന്നേരം വരെ അലീനയോടൊപ്പം നിന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അലീനെ അത് നിരുത്സാഹപ്പെടുത്തി. നിനക്ക് ബോറടിക്കും മോളെ. എനിക്ക് നിന്നെ ശ്രദ്ധിക്കാൻ ഒട്ടും സമയം കിട്ടില്ല. ഞാൻ എപ്പോഴും എൽസമ്മ ആൻറ്റിയുടെ അടുത്തായിരിക്കും. ഞാനും ചേച്ചിയുടെ അരികെ വന്നിരുന്നോളാം. മോളെ, അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാ. ഒരു മനുഷ്യ സ്ത്രീയല്ലേ. ആർക്കും ഇഷ്ടമല്ല മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെയൊരു ദയനീയാവസ്ഥയിൽ പ്രദർശന വസ്തു പോലെ കിടക്കുന്നത്. എന്നാൽ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടേക്ക്, ബബിത പരിഭവിച്ചു. ഇത് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ സൗന്ദര്യ പിണക്കത്തിന് പുതുമണവാട്ടി മണവാളിനോട് പറയുന്നത് പോലെയുണ്ടല്ലോ. അലീന ചിരിച്ചു. അലീന, സ്റ്റാൻലി ലിവിംഗ് റൂമിൽ നിന്ന് വിളിച്ചു. ദേ, പപ്പയ്ക്കിപ്പം ദേഷ്യം വരും. ഞാനിന്ന് രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. റാണി ആൻറ്റിയെയും കൂട്ടി കുളത്തൂപ്പുഴയ്ക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ. റാണി ആൻറ്റി വരുമ്പം ചിന്നുമോളും ഒപ്പം ഉണ്ടാവും. പിന്നെ നിനക്ക് ഒട്ടും ബോറടിക്കില്ല. റാണി ആൻറ്റി ആരാ?
ഞാൻ പറഞ്ഞിട്ടില്ലേ, ഷെറിൻ, പപ്പയുടെ ഇളയ പെങ്ങൾ. ആ, ഇപ്പം മനസ്സിലായി. ഓ, അവർ വന്നാലും ഞാൻ ഒറ്റ തന്നെയാ. എന്നിട്ടും നീ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അല്ലാതെ എന്തു ചെയ്യാൻ? അതാ നല്ലത്. ബബിതയ്ക്ക് സന്തോഷമായി. തൽക്കാലം അവൾ അടങ്ങി. ഉച്ചയ്ക്ക് മുൻപ് സ്റ്റാൻലിയോടൊപ്പം കുളത്തൂപ്പുഴയ്ക്ക് തിരിച്ചു പോവുകയും ചെയ്തു. രാത്രിയിൽ എൽസമ്മയെ തിരിച്ചു കിടത്തുവാൻ വേണ്ടി എണീറ്റതാണ് അലീന. മുറിയിൽ ഒരു മഞ്ഞ ഫാൻസി ബൾബിന്റെ വെളിച്ചമുണ്ട്. എൽസമ്മയെ കിടത്തിയിട്ട് അലീന സോഫയിലേക്ക് തല ചായ്ച്ചു. അപ്പോൾ കേൾക്കാം ജനലിനപ്പുറത്ത് നിന്ന് ഒരു കുശുകുശുപ്പ്. പോ വേണ്ട, ഷോ പോടാ. അടക്കിയ ഒച്ച. അലീനയ്ക്ക് സംശയമായി. അവൾ മെല്ലെ എഴുന്നേറ്റു. തൊട്ടപ്പുറത്ത് ടാനിയും ടെൽസയും കിടക്കുന്ന മുറിയാണ്. അതിന്റെ ജനാലയുടെ വെളിയിൽ നിന്നാണ് ശബ്ദമെന്ന് തോന്നി. അലീന വീണ്ടും കാതോർത്തു. ഇപ്പോൾ ശബ്ദമൊന്നുമില്ല. ആരുടെയോ കൂർക്കം വലി കേൾക്കാം. അലീന എഴുന്നേറ്റ് ചെന്ന് ലിവിംഗ് റൂമിലേക്കുള്ള വാതിൽ പതിയെ തുറന്നു. ലിവിംഗ് റൂമിൽ ലൈറ്റില്ല. എങ്കിലും സിറ്റൗട്ടിൽ ലൈറ്റുള്ളതിനാൽ അകത്തേക്കും അല്പം വെളിച്ചം കിട്ടുന്നുണ്ട്. ലിവിംഗ് റൂമിന്റെ വശത്ത് നിന്ന് തന്നെയാണ് പെൺകുട്ടികളുടെ റൂമിലേക്കുള്ള വാതിലും. അത് തുറന്നു കിടക്കുന്നു. അലീന വാതിൽക്കൽ ചെന്ന് നോക്കി. ഒരു കട്ടിലിൽ ആളുണ്ട്. അത് ടാനിയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ടെൽസയുടെ കിടക്ക ഒഴിഞ്ഞു കിടക്കുന്നു. കട്ടിലിനോട് ചേർന്നുള്ള ജനൽപ്പാളിയും തുറന്നു കിടക്കുന്നുണ്ട്. ടാനിയാണ് കൂർക്കം വലിക്കുന്നത്. ടെൽസ ബാത്റൂമിലോ മറ്റോ കയറിയതാണെന്നായിരുന്നു ആദ്യത്തെ സംശയം. ലിവിംഗ് റൂമിൽ നിന്ന് സിറ്റൗട്ടിലേക്കുള്ള വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അതുവഴി ആരും പുറത്തിറങ്ങിയിട്ടില്ല. അലീന ഊണുമുറിയിലൂടെ കിച്ചണിലേക്ക് കടന്നു. കിച്ചണിലെ ഇരുട്ടിൽ തപ്പി തടയുന്നതിനിടയിൽ ഏതോ പാത്രത്തിൽ കൈതട്ടി അത് മറിഞ്ഞു വീണ് വലിയ ശബ്ദമുണ്ടായി. അലീന ഉടൻ സ്വിച്ച് ബോർഡിലേക്ക് കൈയെത്തിച്ച് കൈപ്പത്തി അമർത്തി എല്ലാ സ്വിച്ചുകളും ഇട്ടു. കിച്ചണിൽ നിന്ന് പിൻവരാന്തയിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് അവൾ കണ്ടു. ജനാലച്ചിലിനപ്പുറത്ത് ഒട്ടിച്ചേർന്ന് നിന്ന രണ്ട് രൂപങ്ങൾ വേർപെടുന്നതും അവളുടെ കണ്ണിൽപ്പെട്ടു. അലീനയ്ക്ക് ശ്വാസം നിലച്ചതുപോലെ തോന്നി. അലീന വേഗം തുറന്നു കിടന്ന പിൻവാതിലിന് നേർക്ക് നീങ്ങി. അവൾ പുറകിലെ വരാന്തയിൽ ചെല്ലുമ്പോഴേക്കും ടെൽസിയോടൊപ്പം ഉണ്ടായിരുന്ന ആൾ അവിടെ നിന്നും ഇറങ്ങി നടന്നു കഴിഞ്ഞു. ആരാ അത്? അലീന വിളിച്ചു ചോദിച്ചു. അയാൾ പെട്ടെന്ന് തന്നെ ഇരുട്ട് കൂടുതലുള്ള ഭാഗത്തേക്ക് മാറിക്കളഞ്ഞു. അലീന വരാന്തയുടെ വിളമ്പത്തേക്ക് വന്ന് ഒരിക്കൽ കൂടി ശബ്ദമുണ്ടാക്കി. ആരാണെന്നാ ചോദിച്ചത്? ഒരു നിഴൽ രൂപം റീത്താമ്മയുടെ വീടിന് നേർക്ക് നീങ്ങുന്നത് അലീനയ്ക്ക് കാണാമായിരുന്നു. അത് സിറ്റൗട്ട് ചെന്ന് കയറി. പിന്നെ അപ്രത്യക്ഷമായി. അലീന വർദ്ധിച്ച നെഞ്ചിടിപ്പോടെ ടെൽസിയുടെ നേർക്ക് തിരിഞ്ഞു. അവൾ വിരൽ കടിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ നിൽക്കുകയാണ്. അലീന അവളുടെ അരികെ വന്ന് മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പരിഭ്രമമോ പേടിയോ ഒന്നുമില്ല അവളുടെ മുഖത്ത്. ചെറിയൊരു ജാള്യത മാത്രം. ആരായിരുന്നു മോളെ അത്? അവൾ നിഷേധരൂപേണ തലയാട്ടി. അയാൾ എന്തിനാ വന്നേ? ചുമ്മാ. മോളെന്തിനാ ഈ പാതിരയ്ക്ക് വാതി തുറന്ന് പുറത്തിറങ്ങിയത്? എന്നെ വിളിച്ചോ? ആര് വിളിച്ചോ? പറയത്തില്ല. അവൾ മൗഢ്യം കലർന്ന ചിരിയോടെ നിന്ന നിൽപ്പിൽ ചെറുതായി ആടി. അങ്ങനെ ആരെങ്കിലും പാതിരാത്രിക്ക് വന്ന് വിളിച്ചാ എണീറ്റ് വാതിൽ തുറക്കാൻ പാടുണ്ടോ? തുറന്നില്ലെങ്കിൽ ജനലിൽ കൂടെ കൈയിട്ട് എന്നെ തോണ്ടും, എന്നെ നുള്ളിപ്പറിക്കും. ആര്? അവൾ വീണ്ടും തല വെട്ടിച്ചു. അലീന അമ്പരപ്പടങ്ങാതെ വീണ്ടും റീത്താമ്മയുടെ വീടിന് നേർക്ക് നോക്കി. അവിടെ ഏതോ ഒരു ജനൽ തുറക്കപ്പെട്ടുവെന്ന് തോന്നി. നിന്റെ ജനൽ നിനക്ക് അടച്ചുകൂടായിരുന്നോ? അലീന ടെൽസിയോട് ചോദിച്ചു. അയ്യോ, ദേഷ്യം വരും. ആർക്ക് ദേഷ്യം വരും? പറയത്തില്ല. അതെന്താ പറയാത്തത്? ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അലീന അവളോട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ടെൽസിയുടെ ഭാവം പെട്ടെന്ന് മാറി. അവൾക്ക് അരിശം പൂണ്ടു. പോടി എന്ന് പറഞ്ഞ് ടെൽസി അങ്ങോട്ട് മാറി. പെട്ടെന്നൊരു ദേഷ്യം ഇരച്ചുകയറി വന്നെങ്കിലും അലീന അതടക്കി പിടിച്ചു. ഇവൾക്ക് ഇവൾ ചെയ്യുന്നത് എന്താണെന്നറിയില്ല, പറയുന്നതും എന്താണെന്നറിയില്ല. അലീന മെല്ലെ അവളുടെ തോളത്ത് കൈവച്ചു. അവൾ പെട്ടെന്ന് കൈ തട്ടി മാറ്റി. എന്നിട്ട് മാന്തുന്ന പോലെ ഒരാംഗ്യം കാട്ടി. സാരമില്ല, പോട്ടെ. മോൾക്ക് എന്നോട് പറയാലോ. എന്നോട് മാത്രം പറഞ്ഞോളാൻ സമ്മതിച്ചിട്ടുണ്ട്. അലീന സാന്ത്വനം രൂപേണ പറഞ്ഞു. ആര്? ടെൽസ ആശ്ചര്യപ്പെട്ടു. ആ ആള് തന്നെ. ആരാന്ന് പറ. ഇവിടിപ്പം വന്നിട്ട് പോയ ആള്. ജെറിച്ചായനോ? അലീന സ്തബ്ധയായി. ജെറി, റീത്താമ്മ ആന്റിയുടെ മൂത്ത പുത്രൻ. വിശ്വസിക്കാനാവാതെ അലീന വീണ്ടും വീണ്ടും ടെൽസിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വെറുതെ പറഞ്ഞതാണോ ഇവൾ? ദേ, ഇത് കണ്ടോ?
ടെൽസ ഇടതു കൈയിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന വില കുറഞ്ഞ ഒരു ചോക്ലേറ്റ് കാട്ടി. എനിക്ക് തന്നതാ. അലീനയുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും നിസ്സഹായതയും എല്ലാം കൂടിക്കുഴഞ്ഞു. മുൻപ് കണ്ടിട്ടുള്ള പല രംഗങ്ങളും ഇപ്പോൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു. ജെറിയുടെ ബൈക്ക് ഗേറ്റ് കടന്ന് വരുമ്പോഴേ ടെൽസ ഓടിച്ചെല്ലുന്നു. ഇവിടുത്തെ കാർ പോർച്ചിലാണ് അവൻ ബൈക്ക് വയ്ക്കുക. മിഠായിയോ പലഹാരമോ എന്തെങ്കിലും അവൻ അവൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടാകും. അവളുടെ തോളത്ത് കൈയിട്ട് റീതാമ്മ ആന്റിയുടെ വീട്ടിലേക്ക് പോകുന്നതും ഒന്നോ രണ്ടോ തവണ കണ്ടിട്ടുണ്ട്. ബുദ്ധിമാന്ദ്യമുള്ള അനുജത്തിയോട് ജ്യേഷ്ഠ സഹോദരൻ കാണിക്കുന്ന വാത്സല്യമെന്നേ അന്ന് തോന്നിയിട്ടുള്ളൂ. അതിനു പിന്നിൽ ഞെട്ടിപ്പിക്കുന്ന ലൈംഗിക ചൂഷണമാണെന്ന് സങ്കല്പിച്ചിരുന്നത് കൂടിയില്ല. അലീന ടെൽസയെ വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കിച്ചണിൻ്റെയും ഊണുമുറിയുടെയും വാതിലുകൾ അടച്ചു. അലീന ടെൽസയെ ലിവിംഗ് റൂമിൽ കൊണ്ടുവന്നു ഒരു കസേരയിൽ പിടിച്ചിരുത്തി. തൊട്ടരികിൽ കസേര പിടിച്ചിട്ട് അലീനയും ഇരുന്നു. മോളെ, എന്നോട് പറ, ജെറി നിന്നെ എന്തിനാണ് പുറകിലെ വരാന്തയിലോട്ട് വിളിച്ചിറക്കിയത്? അലീന അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ചുമ്മാ, അവൾ അലസമട്ടിൽ പറഞ്ഞു. എന്നും രാത്രിയിൽ ഇങ്ങനെ വന്ന് വിളിക്കുമോ? ചില ദിവസം, വല്ലപ്പോഴും. അവൾ ചോക്ലേറ്റിന്റെ വർണ്ണക്കടലാസ് നുള്ളിപ്പൊളിച്ചുകൊണ്ട് പറഞ്ഞു. മോൾ എന്തിനാ ജെറി വന്ന് വിളിക്കുമ്പം ഇറങ്ങിച്ചെല്ലുന്നേ? ജെറിച്ചാൻ ചോക്ലേറ്റ് തരും, ചിലപ്പം ഐസ്ക്രീം തരും, മുട്ടായിയും തരും. അതൊക്കെ രാത്രിയിലാണോ തരേണ്ടത്? പകലല്ലേ? ആ, ജെറിച്ചായം വരുമ്പം രാത്രിയാകും. മിഠായിയൊക്കെ തന്നിട്ട് ജെറി എന്തു ചെയ്യും? അലീന ചോദിച്ചു. ഒന്നുമില്ലെന്ന് ടെൽസ ചുമൽ കൂച്ചി. വർണ്ണക്കടലാസ് പൊളിച്ചു മാറ്റിയിട്ട് ചോക്ലേറ്റ് ഒടിച്ച് വായിലിടുകയും ചെയ്തു. നിങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടല്ലോ. ജെറിച്ചായന് എൻ്റെ അടുത്ത് ഒത്തിരി ഇഷ്ടമാ, അതുകൊണ്ടാ. ആരാ പറഞ്ഞത് ഇഷ്ടമാണെന്ന്? ജെറിച്ചായൻ. ശരി, പിന്നെ ജെറിച്ചായൻ വേറെന്തൊക്കെ ഇഷ്ടങ്ങൾ കാണിക്കുന്നു എൻ്റെ അടുത്ത്? ടെൽസ ചോക്ലേറ്റ് ചവയ്ക്കുന്നത് നിർത്തിയിട്ട് അലീനയെ നോക്കി. എന്നിട്ട് നിഷേധരൂപേണ തല വെട്ടിച്ചു. ഇല്ല, പറയത്തില്ല. പറഞ്ഞാലെന്താ? ആരോടും പറയരുതെന്ന് എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചതാ. പറഞ്ഞാൽ ജെറിച്ചായൻ എന്നെ കൊല്ലും. നിനക്ക് പേടിയാണോ ജെറിച്ചായനെ? ആദ്യം അവൾ അതെ എന്ന് തലയാട്ടി. എന്നിട്ട് തിരുത്തി പറഞ്ഞു. അല്ല, ഇഷ്ടമാ. അവൾ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന ചോക്ലേറ്റ് കൂടി വായിലിട്ട് ചവച്ചു. അലീനയ്ക്ക് ഒരു നിമിഷം അവളുടെ പപ്പയോടും എൽസമ്മയോടും റീതാമ്മയോടും ലോകത്തെ സകല മനുഷ്യരോടും വെറുപ്പും ദേഷ്യവും തോന്നി. ഈ വീട്ടിൽ നിന്നും പ്രബലവും വിസ്തൃതവുമായ ബന്ധുജന വ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ അനാഥത്വത്തിലേക്ക് തന്നെ ഓടിപ്പോകാൻ അവൾ വെമ്പൽ കൊണ്ടു. ടെൽസ ചോക്ലേറ്റ് ചവച്ചിറക്കിയിട്ട് വിസ്മയത്തോടെ അലീനയുടെ മുഖത്തേക്ക് നോക്കി. ചേച്ചി എന്തിനാ കരയണേ? അലീന പെട്ടെന്ന് പുറംകൈ കൊണ്ട് കവിളത്തേക്ക് ഇറ്റുവീണ കണ്ണുനീർത്തുള്ളി തൂത്തുകളഞ്ഞു. അവൾ ടെൽസയുടെ മുഖത്ത് കൈത്തലം ചേർത്തു. മോൾക്ക് എന്ത് വേണമെങ്കിലും ചേച്ചിയോട് പറഞ്ഞാൽ മതി കേട്ടോ. ചോക്ലേറ്റും ഐസ്ക്രീമും മുട്ടായും എല്ലാം ചേച്ചി വാങ്ങിച്ചു തരാം. ടെൽസയുടെ കണ്ണുകൾ വിടർന്നു. ഉടുപ്പ് വാങ്ങിച്ചു തരുമോ? പുത്തൻ? വളം മേടിച്ചു തരുമോ? നീല, ചുമപ്പ്, പിന്നെ മഞ്ഞ എല്ലാം വാങ്ങിത്തരാം. പക്ഷേ മോളിനി ജെറിച്ചാൻ വിളിക്കുമ്പോൾ പോകരുത്. അയ്യോ, പോയില്ലെങ്കിൽ ദേഷ്യം വരും, എന്നെ നുള്ളും, അടിക്കും. ഇനി ഒന്നും ചെയ്യാതെ ചേച്ചി നോക്കിക്കോളാം കേട്ടോ. അലീന ടെൽസയുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവളുടെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. തുറന്നു കിടന്ന ജനൽപ്പാളി അവൾ അടച്ചു. അതിലൂടെ കൈയിട്ടാൽ പുറത്തു നിൽക്കുന്നയാൾക്ക് ടെൽസയുടെ ദേഹത്ത് സ്പർശിക്കാൻ സാധിക്കുമായിരുന്നു. നാളെ ഈ കട്ടിലിന്റെ പൊസിഷൻ തന്നെ ജനലരികിൽ നിന്ന് മാറ്റിയിടണമെന്ന് അലീന നിശ്ചയിച്ചു. അലീന ജനലിന്റെ കൊളുത്തിട്ടപ്പോൾ ടെൽസ മുന്നറിയിപ്പ് നൽകി. ജെറിച്ചാന് ദേഷ്യം വരും ചേച്ചി. സാരമില്ല, ചേച്ചി നോക്കിക്കോളെന്ന് പറഞ്ഞില്ലേ. അലീന അവളുടെ മുടിയിലും കവിളത്തും തലോടിക്കൊണ്ട് അവളുടെ അരികെ കട്ടിലിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കെ അലീനയ്ക്ക് വീണ്ടും കരച്ചിൽ വന്നു. ടെൽസ അവളുടെ കൈ പിടിച്ച് കൈവെള്ളയിലെ രേഖകൾ തൊട്ടു നോക്കുകയും വിരലുകളുടെ നീളവും ഭംഗിയും പരിശോധിക്കുകയും ചെയ്തു. മോൾ ഉറങ്ങിക്കോ, അലീന പറഞ്ഞു. ബാലികാ സഹജമായ നിഷ്കളങ്കതയോടെ ടെൽസ അവളുടെ കൈത്തലം പിടിച്ച് തന്റെ കവിളിനിടയിൽ ചേർത്ത് വെച്ച് ചരിഞ്ഞു കിടന്നു. അവൾ ഉറങ്ങിയ ശേഷമേ അലീന എഴുന്നേറ്റ് പോന്നുള്ളൂ. ലൈറ്റുകളെല്ലാം അണച്ചിട്ട് അവൾ എൽസമ്മയുടെ മുറിയിൽ വന്നു. എൽസമ്മയെ ഒന്നുകൂടി തിരിച്ചു കിടത്താനുള്ള സമയമായി കഴിഞ്ഞിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.